രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? പഠിക്കണം, പ്രവർത്തിക്കണം. എന്തിനാ പഠിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്. ആ കിതാബിന്റെ പേര് തന്നെ ഇഖ്തിദാഉൽ ഇൽമി അൽ അമൽ. ഇൽമ്, വിജ്ഞാനം, അറിവ്, അതിന്റെ തേട്ടം പ്രവർത്തനമാണ്. അത് ഇസ്ലാമിൽ പഠിക്കുന്നത് എന്തിനാ? വെറുതെ പഠിച്ചു എന്ന് പറയാനല്ല, ജീവിതം നന്നാക്കാനാണ്, മെച്ചപ്പെടുത്താനാണ്, നന്മകൾ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, പഠനം ഒരിക്കലും ഒരാളെ രക്ഷപ്പെടുത്തില്ല, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രമേ അവന് ഉപകാരം ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് പരലോകത്ത് എതിരെയുള്ള തെളിവായി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് അനുകൂലമായ തെളിവാണ്. എങ്ങനെയാണെങ്കിൽ നീ ഖുർആൻ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ. ഔ അലൈക, അതല്ലെങ്കിൽ നിനക്ക് എതിരെയുള്ള തെളിവാണ്. നീ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ അത് നിനക്ക് എതിരെയുള്ള തെളിവായിട്ടാണ് നാളെ പരലോകത്ത് വന്നെത്തുക. അപ്പോൾ ചില ആളുകൾ പറയും, ഞാൻ ഏതായാലും പഠിക്കുന്നില്ല, പഠിച്ചാൽ എന്തായാലും പ്രവർത്തിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ചോദിക്കില്ലല്ലോ. വലിയ തെറ്റാണ്. നീ പഠിച്ചിട്ടില്ലെങ്കിൽ, അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചില അസറുകളിൽ വന്നതുപോലെ, പരലോകത്തെത്തിയാൽ 2 ചോദ്യങ്ങളാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെയ്ത തെറ്റുകളോട് ഇത് തെറ്റായിരുന്നു എന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ, ഒന്നല്ലെങ്കിൽ എനിക്ക് പറയാം ഇതൊരു തെറ്റായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അള്ളാഹു എന്നോട് തിരിച്ചു ചോദിക്കാൻ പോകുന്നത്, ഇത് തെറ്റാണ് എന്ന കാര്യം നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ഇനി എനിക്കത് അറിയാമെന്ന് പറഞ്ഞാലോ? അപ്പോൾ അടുത്ത ചോദ്യം, നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നതാണ്. അപ്പോൾ രണ്ടാണെങ്കിലും ഇതിലൊരു കാപഢ്യം പാടില്ല. ഞാൻ പഠിക്കുന്നില്ല, പഠിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ പാടില്ല. മറിച്ച് പഠിക്കണം. നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് ദീനിലുള്ളത്. ദീനിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഉപദ്രവമുള്ള ഒരു കാര്യവും അതിലില്ല. പഠിച്ചാൽ അമൽ ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കാവുന്ന കാര്യങ്ങളാണ് അള്ളാഹു ദീനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നത് അതല്ലേ നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പ്രവർത്തനമാണ് നമ്മുടെ പഠനത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. മുൻഗാമികൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറയപ്പെട്ട വാക്കായിക്കാണ്, ഹതഫൽ ഇൽമു ബിൽ അമൽ വഇൻ അജാബ് വഇല്ല ഇർതഹൽ. വിജ്ഞാനം, നമ്മുടെ ദീനിലുള്ള അറിവുകൾ, അത് അമലിനെയാണ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. വഇൻ അജാബ്, അതിങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ പഠിച്ച വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അമലുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമലുണ്ട് എന്ന് കണ്ടാൽ ആ ഇൽമ അവിടെ നിൽക്കും. വഇല്ല ഇർതഹൽ, ഇല്ലെങ്കിൽ വിജ്ഞാനം അതിൻ്റെ പാട്ടിന് പോകും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ രാവിലെ വൈകുന്നേരമുള്ള ദിക്ർ നമ്മളത് സ്ഥിരമാക്കിയാൽ എന്തെങ്കിലും നമുക്കത് മറക്കുമോ? ഇല്ല. നമ്മളത് സ്ഥിരമാക്കിയാൽ ആ പ്രാർത്ഥനകൾ നമുക്ക് എവിടെ നിന്ന് ചോദിച്ചാലും മനഃപ്പാടമായി കിട്ടും. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് മനഃപ്പാടമാക്കിയിട്ടുണ്ട്, കഷ്ടപ്പെട്ട് നോക്കിയിരുന്നു പഠിച്ചു, പിന്നെ ഒരിക്കലും ചൊല്ലിയിട്ടില്ല എങ്കിലോ ബുദ്ധിമുട്ടാണ്. ഏത് ഇൽമും പഠിച്ചത് പ്രാവർത്തികമാക്കിയാൽ നമുക്കത് ഓർമ്മയിലുണ്ടാകും. പ്രാവർത്തിയാക്കിയിട്ടില്ലെങ്കിലോ മറന്നുപോകും. ഒരു മുസ്ലിമാണോ പഠിക്കണം, പിന്നെന്താ ചെയ്യേണ്ടത്? പ്രവർത്തിക്കണം.